റെഡ്മിയുടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള എ സീരീസിലെ ഏറ്റവും പുതിയ ഫോണാണ് റെഡ്മി 9. 6799 രൂപയാണ് ഈ ഒരു ഡിവൈസിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. മീഡിയാടെക് G25 ചിപ്സെറ്റ് ആയിട്ടാണ് ഈ ഒരു ഡിവൈസ് എത്തിയിരിക്കുന്നത്. ഈ ഒരു ഡിവൈസിൽ ഫ്രണ്ട് സൈഡിൽ വരുന്നത് 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. അതുപോലെ തന്നെ റിയർ സൈഡിൽ വരുന്നത് 13 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടറാണ്. ഇന്ന് നമുക്ക് എന്തായാലും റെഡ്മി 9യുടെ ക്യാമറ റിവ്യൂ ചെയ്യാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ജസ്റ്റ് ഇനാബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത് 5 മെഗാ പിക്സലിൻ്റെ സിംഗിൾ ഷൂട്ടറാണ്. ഡേ ലൈറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇമേജസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. പോർട്രേറ്റ് മോഡിലും അത്യാവശ്യം നല്ല ഇമേജസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ ഇത്ര തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു ഡിലേ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുറഞ്ഞ ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്, അതായിരിക്കാം അതിൻ്റെ ഒരു കാരണം. ലോ ലൈറ്റിൽ ഇമേജസ് ബിലോ എവറേജ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതൊരു നല്ലൊരു പെർഫോമൻസ് ആണ്, പ്രത്യേകിച്ചും ഡേ ലൈറ്റ് കണ്ടീഷനിൽ. ഇനി നമ്മൾ വീഡിയോ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഡേ ലൈറ്റിൽ അത്യാവശ്യം നല്ല വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. 180 720 വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡ് മോഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഡിവൈസിൽ സാധിക്കും. നൈറ്റിൽ അഥവാ ലോ ലൈറ്റിൽ വീഡിയോസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബിലോ എവറേജ് അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപാട് നോയ്സ് ഉള്ളതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു പ്രൈസ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ആ പ്രൈസിനോട് നീതി പുലർത്തുന്ന ഒരു പെർഫോമൻസ് ആണ് എന്ന് തന്നെ തീർച്ചയായും പറയേണ്ടി വരും. റിയർ സൈഡിൽ ആകെ ഒരു 13 മെഗാ പിക്സലിൻ്റെ ക്യാമറ മാത്രമാണുള്ളത്. ഡീസൻറ്റ് ക്വാളിറ്റി ഇമേജസ് നമുക്ക് ഈ ഒരു ക്യാമറ കൊണ്ട് എടുക്കാൻ സാധിക്കും. ഡേ ലൈറ്റിൽ പ്രത്യേകിച്ചും എബോവ് എവറേജ് ക്വാളിറ്റി ഇമേജസ് നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. നൈറ്റ് ഇമേജസ് അല്ലെങ്കിൽ ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ എവറേജ് റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ ലഭിക്കുന്നത്. പോർട്രേറ്റ് മോഡിൽ വരുമ്പോൾ ഡേ ലൈറ്റിൽ നല്ല ബ്ലറൊക്കെ ഇമേജസിൽ ലഭിക്കുന്നുണ്ട്, നല്ല ബൊക്കെ ഫീൽ ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് റിയർ ക്യാമറയിൽ 180p 720p വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുക്കുവാനായിട്ട് സാധിക്കും. ഒരുവിധം ക്വാളിറ്റി ഉള്ള വീഡിയോസ് തന്നെയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ലോ ലൈറ്റിൽ വീഡിയോ പെർഫോമൻസ് വളരെ മോശമാണ്. നമുക്ക് നല്ല രീതിയിലുള്ള നോയ്സ് വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഡേ ലൈറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറയാണ് റെഡ്മി 9യിലുള്ളത്. 6799 രൂപയ്ക്കാണ് ഈ ഒരു ഡിവൈസ് റെഡ്മി ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ക്യാമറ ഫോണൊന്നുമല്ല. നമുക്ക് ഡേ ലൈറ്റ് കണ്ടീഷനിൽ ഒരു എബോവ് എവറേജ് റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ മോശമായ റിസൾട്ടാണ്. പക്ഷെ നമുക്ക് ഇത്രയും വില കുറഞ്ഞ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഒരു ഡിവൈസിൽ വലിയ രീതിയിലുള്ള വീഡിയോ പെർഫോമൻസൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. നല്ല രീതിയിലുള്ള നോയ്സ് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ക്യാമറയുടെ പെർഫോമൻസ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളെ ബഡ്ജറ്റ് നോക്കുമ്പോൾ ആ ബഡ്ജറ്റിനോട് നീതി പുലർത്തുന്ന ഒരു പെർഫോമൻസ് എന്തായാലും ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയിലുണ്ട്. എന്തായാലും പ്രൈസിനോട് നീതി പുലർത്തുന്ന ഒരു റിസൾട്ട് നമുക്ക് റെഡ്മി 9യിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.